രാജൻ്റെയും അയാളുടെ അച്ഛൻ്റെയും വയസ്സുകൾ യഥാക്രമം 22ഉം 50ഉം ആണ്. എത്ര വർഷം കഴിയുമ്പോൾ രാജൻ്റെ അച്ഛൻ്റെ വയസ്സ് രാജൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകും? നമുക്കിവിടെ രാജൻ്റെയും അച്ഛൻ്റെയും വയസ്സുകളെക്കുറിച്ചാണ് പറയുന്നത്. രാജൻ, അച്ഛൻ. ഇപ്പോഴത്തെ രണ്ടുപേരുടെയും വയസ്സ് തന്നിട്ടുണ്ട്. രാജൻ്റെയും അച്ഛൻ്റെയും വയസ്സുകൾ എത്രയൊക്കെയാണ്? 22ഉം 50ഉം. ഇപ്പോൾ രാജൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 22, അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 50. ചോദ്യം എത്ര വർഷം കഴിയുമ്പോൾ. അപ്പോൾ എത്ര വർഷമാണെന്ന് നമുക്കറിയില്ല. അത് എക്സ് വർഷം എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കറിയാം 1 വർഷം കഴിയുമ്പോൾ വയസ്സ് 1 കൂടും, 2 വർഷം കഴിയുമ്പോൾ വയസ്സ് 2 കൂടും, 5 വർഷം കഴിയുമ്പോൾ വയസ്സ് 5 കൂടും. ഇവിടെ എക്സ് വർഷം കഴിയുമ്പോൾ വയസ്സ് എത്ര കൂടും? 22 പ്ലസ് എക്സ് ആരുടെ? രാജൻ്റെ. അതുപോലെ അച്ഛൻ്റെ എന്താവും? 50 പ്ലസ് എക്സ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഈ വർഷം കഴിയുമ്പോഴത്തെ എത്ര വർഷമെന്ന് അറിയില്ല, നമുക്ക് അപ്പോഴത്തെ വയസ്സുകൾ കിട്ടി. ഈ വയസ്സുകൾ തമ്മിൽ നമുക്ക് ചോദ്യത്തിലൊരു ബന്ധം തന്നിട്ടുണ്ട്. വയസ്സുകൾ തമ്മിൽ എന്താണ്? എത്ര വർഷം കഴിയുമ്പോഴാണ് രാജൻ്റെ അച്ഛൻ്റെ വയസ്സ് രാജൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാകുക? അപ്പോൾ രാജൻ്റെ വയസ്സിൻ്റെ ഇരട്ടി ഏതാ? രാജൻ്റെ വയസ്സ് ഇത് 22 പ്ലസ് എക്സ്. അതിൻ്റെ ഇരട്ടിയായിരിക്കണം അച്ഛൻ്റെ വയസ്സ്. അതാണ് ഇവിടെ അച്ഛൻ്റെ വയസ്സ് എഴുതി. 50 പ്ലസ് എക്സ് സമം രാജൻ്റെ വയസ്സിനെ 2 കൊണ്ട് ഗുണിച്ചു. 2 × 22 പ്ലസ് എക്സ്. 50 പ്ലസ് എക്സ് സമം 2 കൊണ്ട് 2നെ ഗുണിക്കണം. 2 × 22 44 പ്ലസ് 2 × എക്സ് 2 എക്സ്. എക്സ് സമത്തിൻ്റെ ഒരു ഭാഗത്ത് വരണം, സംഖ്യ മറുഭാഗത്ത് വരണം. അപ്പോൾ ഇവിടെ 50 എന്നുള്ള സംഖ്യ ഇവിടുത്തെ എഴുതി. ഇപ്പുറത്തെ സംഖ്യ സമത്തിൻ്റെ ഇപ്പുറത്ത് 44 ഉണ്ട്, അത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. പോസിറ്റീവ് 44 വരുമ്പോൾ -44. അപ്പോൾ 50 - 44 സമം ഇവിടെ 2x ഉണ്ട്, ഈ പ്ലസ് എക്സ് ഇങ്ങോട്ട് എടുത്തു, സമത്തിൻ്റെ വലത്തോട്ട് എടുത്തു, -x. 50 44 കുറച്ച് 6, 50 44 കുറച്ച് 6, 2x ഒരു എക്സ് കുറച്ച് എക്സ്. നമുക്ക് എന്ത് കിട്ടി? എക്സിൻ്റെ വില കിട്ടി. ഉത്തരം 6.